നമുക്കറിയാമല്ലോ, ട്രംപ് യുദ്ധം 2-3 തവണ യുദ്ധം തുടങ്ങുമെന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ എന്റെ അഭിപ്രായത്തില് ട്രംപ് പോക്കർ കളിക്കുവാണ്. അദ്ദേഹത്തിന്റെ ഹാൻഡ് അത്ര നല്ലതല്ല, സ്ട്രോങ് അല്ല കാർഡ്സ്, പക്ഷെ പോക്കർ കളിക്കുവാണ്. അപ്പോ അദ്ദേഹം ഇപ്പൊ പറഞ്ഞിരിക്കുവാണ്, ഞാൻ ഇറാന് 2 ദിവസം കൊടുക്കും, 3 ദിവസം കൊടുക്കും, അല്ലെങ്കിൽ 5 ദിവസം കൊടുക്കും. അത് കൊടുത്തിട്ട് ഇറാൻ ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇറാനെ തകർക്കും. ഇതാണ് അദ്ദേഹം ഇപ്പോഴും വീണ്ടും പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒന്ന് ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമില്ല. കാരണം അദ്ദേഹം തുടങ്ങുവാണെങ്കിൽ എത്ര നാളത്തേക്കാണ് ഇറാനെ ബോംബ് ചെയ്യാൻ പോകുന്നത്? ഇറാന് ബോംബ് ചെയ്താൽ അത് എതിർത്ത് നിൽക്കാൻ ഒരു 4-5 ആഴ്ചത്തേക്ക് ഇറാൻ അതിനുള്ള കഴിവുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ GCC കൺട്രീസിലെ ഓയിൽ ഫെസിലിറ്റീസും വാട്ടർ സാലിനേഷൻ ഡീസാലിനേഷൻ ഫെസിലിറ്റീസും എല്ലാം നശിപ്പിക്കും. അപ്പൊ GCC കൺട്രീസിന് വലിയ നഷ്ടം വരും. അപ്പൊ അതുകൊണ്ടാണ് അവര് ട്രംപിനോട് പറഞ്ഞത് യുദ്ധം ഇനി വീണ്ടും തുടങ്ങരുതെന്ന്. പക്ഷേ ട്രംപ് വിചാരിക്കുന്നു പേടിപ്പിച്ച് ഇറാനിൽ നിന്ന് ട്രംപ് ആഗ്രഹിക്കുന്നത് കിട്ടുന്നു. എന്റെ അഭിപ്രായത്തിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഇറാന്റെ കൾച്ചറിനെയോ അല്ലെങ്കിൽ ഷിയ മുസ്ലിംസിന്റെ മൈൻഡ് സെറ്റിനെ പറ്റിയോ അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള അത് പഠിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വെനിസ്വേലയിൽ ചെയ്ത പോലെ ഇവിടെയും ചെയ്യാമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ പൊളിറ്റിക്കൽ കോസ്റ്റ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പമ്പിലെ മോട്ടോറിസ്റ്റ് പോകുമ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു, പിന്നെ ഇൻഫ്ലേഷൻ കൂടുന്നു, പിന്നെ കോൺഗ്രസിലും ചോദ്യങ്ങൾ ഉയരുന്നു. അതുകൊണ്ട് എന്റെ ഊഹം ട്രംപ് ഇനിയും യുദ്ധം തുടരുമെന്ന് പുനരാരംഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ട്രംപിനെ പറ്റി എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യുന്നത് വളരെ എന്താ പറയാ പോളിഷായിരിക്കും. അതുകൊണ്ട് ഞാനൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഗൾഫ് മേഖലയിൽ നിന്നടക്കമുള്ള ഒരു സമ്മർദ്ദം അതും ട്രംപിന് മേലില്ലേ? അതും ഈ യുദ്ധം വീണ്ടും പുനരാരംഭിക്കാതിരിക്കാനുള്ള ഒരു കാരണമാവുകയല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന്റെ മേൽ ഉള്ളത് നെതന്യാഹുവാണ്. നെതന്യാഹുവിന് ഈ യുദ്ധം തുടരണം. നെതന്യാഹുവിന് ഈ യുദ്ധം ഒക്ടോബർ മാസം വരെ നീണ്ടു നിൽക്കണം. കാരണം അന്നാണ് അവരുടെ എലക്ഷൻ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വാർ ഹീറോ ആയിട്ട് അദ്ദേഹത്തെ തന്നെ പ്രൊജക്ട് ചെയ്യുക, എന്നിട്ട് നല്ല വോട്ട് കിട്ടി റീഇലക്ഷൻ കിട്ടുക. പക്ഷേ നെതന്യാഹുവിനും വലിയ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇസ്രയേലില്. അതിന് ഫാർ റൈറ്റ് അദ്ദേഹത്തെ എതിർക്കുന്നു. കാരണം ഈ ജൂതമതത്തെ പറ്റി പഠിക്കുന്നവരുണ്ടല്ലോ, ആ പഠിക്കുന്ന യുവാക്കൾക്ക് മിലിറ്ററി സർവീസ് ഒഴിവാക്കണമെന്നാണ് ഫാർ റൈറ്റിന്റെ ആഗ്രഹം. അത് നെതന്യാഹുവിന് ഇതുവരെ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ കറക്ഷൻ ചാർജസ് ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതെ, പക്ഷേ ഇനിയിപ്പോൾ ഈ യുദ്ധം അത് ഏത് രീതിയിലാകും സമാധാനത്തിലേക്ക് പോകുക? കാരണം ഈ ട്രംപിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം വീണ്ടും ഇറാന്റെ മേലൊരു സമ്മർദ്ദം അത് ട്രംപ് ചെലുത്തുകയല്ലേ ഉള്ളൂ. ഇറാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ട്രംപ് പറയുന്ന ഒരു ആവശ്യങ്ങളും അംഗീകരിക്കാൻ ഇറാനും തയ്യാറല്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സിനാരിയോ ഞാൻ പറയാൻ പോവാണ്. അതായത് ട്രംപ് ഫ്രോസൺ ഫണ്ട്സിൽ ഒരു ഭാഗം റിലീസ് ചെയ്യുക, ബ്ലോക്കേഡ് നിർത്തുക, അതേസമയത്ത് തന്നെ ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിന്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി റിസ്റ്റോർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി തമ്മിൽ ഇരുന്ന് സംസാരിക്കുക, അമേരിക്കൻസും ഇറാനിയൻസും. അപ്പോ 2015 ഒബാമ ഒരു ന്യൂക്ലിയർ ഡീല് ലീഡർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലും ഒരു ഷെയ്ഡ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡീല്
അമേരിക്കയ്ക്ക് കൊടുക്കണം. അപ്പൊ ട്രംപിന് എല്ലാവരോടും പറയാൻ പറ്റും അദ്ദേഹം ഒബാമയ്ക്ക് മേടിച്ചാലും നല്ലൊരു ഡീല് ഇറാനിന് മേടിച്ചെന്ന്. അപ്പോ അത് കിട്ടണമെങ്കിൽ ട്രംപ് ഇറാന്റെ മേലുള്ള സാങ്ഷൻസ്, എക്കണോമിക് സാങ്ഷൻസ് പിൻവലിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം നിർത്തും, സമാധാനം ഉണ്ടാകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെതന്യാഹു എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ അത് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ട്രംപിന്റെ മേൽ ഒരുപാട് സ്വാധീനമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.